പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 23-ാം തീയതി എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കെട്ടുകളെ അഴിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത കെട്ടുകളെ അഴിക്കുന്ന ദൈവം എന്നുള്ളതാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചില ജീവിതങ്ങളിൽ എൻ്റെ കർത്താവ് സ്വാതന്ത്ര്യം നൽകും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായി ദൈവിക സ്വാതന്ത്ര്യം നന്മയും നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, കർത്താവ് 2 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക. ആ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും, ആ കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് എൻ്റെ അകത്ത് വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. മനുഷ്യനെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും കെട്ടപ്പെട്ട നിലയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിനകത്ത് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഇതുവരെ പോകാവൂ, ഇത്രേ വരാവൂ, ഇങ്ങനെ ജീവിക്കാവൂ എന്നുള്ള നിലകൾ കാണാൻ പറ്റും. എന്നാൽ ഈ മോർണിംഗ് മെസ്സേജിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ തമ്പുരാൻ നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് മുകളിലോട്ട് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചുകൊണ്ട് പോകാൻ പോകുകയാണ്. ഇന്നലെ വരെയും കാണാത്ത നിലകളിൽ എൻ്റെ കർത്താവിൻ്റെ ഉയർച്ച, ആ നന്മ, ദൈവമഹത്വം നീ കാണുവാൻ പോവുകയാണ്. എങ്കിൽ ഈ വചനശക്തിയിൽ നിങ്ങൾ ഒരുമിച്ചൊന്ന് ശ്രദ്ധിച്ച് അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അടുത്ത 31-ാമത്തെ വാക്യത്തിലേക്ക്, അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞു. ഇതാ 31-ാമത്തെ വാക്യത്തിനകത്ത് ശിഷ്യന്മാരെ ബലത്തോടെ അയക്കുകയാണ്. അതിനെ അഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എങ്കിൽ വേഗത്തിൽ താഴോട്ടുള്ള വാക്യങ്ങളുടെ ചില ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. വേഗത്തിൽ 32-ാമത്തെ വാക്യം മുതൽ, അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. 33-ാമത്തെ വാക്യം, കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് 34-ാമത്തെ വാക്യം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. 35-ാമത്തെ വാക്യം, അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ടോ യേശുവിനെ കയറ്റി. 35 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതാ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. അവർ ആ എതിരെയുള്ള ഗ്രാമത്തിൽ കടക്കുമ്പോൾ കഴുതക്കുട്ടിയെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതുവരെ ഉടമസ്ഥാവകാശം പറഞ്ഞ അതിൻ്റെ ഉടമസ്ഥർ വന്നു, അല്ലെങ്കിൽ ഉടയവർ വന്നു. എന്തിനാ ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ ആ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെയും നിങ്ങൾ അനുഭവിച്ച ആ രോഗത്തിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് എന്തെല്ലാം വാദങ്ങൾ നിങ്ങളുടെ മേളിലുണ്ടെങ്കിലും എൻ്റെ കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് അഴിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ കെട്ടുന്നത് സമയമെടുത്ത എൻ്റെ കർത്താവ് പറയുന്നു, വർഷങ്ങൾ കൊണ്ട് കെട്ടിയത് കാണാം,
38 വർഷമായി ബെഥേസ്ദയുടെ കുളക്കടവിൽ കെട്ടപ്പെട്ടവനായി രോഗശയ്യയിൽ കിടന്നവൻ്റെ അടുക്കലേക്ക് എൻ്റെ കർത്താവ് വന്നിട്ട് പറഞ്ഞു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ വാക്കുകളിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് കാണാൻ കഴിയും. വർഷങ്ങൾ കൊണ്ട് ആ പ്രശ്നത്തിൽ കെട്ടപ്പെട്ടതുപോലെ, വർഷങ്ങൾ കൊണ്ട് ആ രോഗത്തിൽ ജീവിതം അവസാനിച്ചതുപോലെ നിൽക്കുന്ന ചിലവരെ ഈ പ്രഭാത സന്ദേശത്തിൽ തമ്പുരാൻ പറയുന്നു, അവൻ്റെ വാക്കുകളിൽ ദൈവം നിങ്ങളെ അഴിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഹല്ലേലൂയ കെട്ടുകൾ അഴിഞ്ഞ് സ്വതന്ത്രരാകാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവം കെട്ടുകളെ അഴിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇത് ആ കഴുതക്കുട്ടിയെ കെട്ടഴിച്ച് ഹല്ലേലൂയ കൊണ്ടുവരികയാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കഴുതക്കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കെട്ടപ്പെട്ടയുടെ കഴുതയിൽ നിന്ന് ചിന്തിക്കുകയാണ്. ആ ദേശത്തിൽ ഈ കഴുത മാത്രമായിരിക്കാം കെട്ടപ്പെട്ട് കിടക്കുന്നത്. സ്വതന്ത്രമായിട്ട് മറ്റു കഴുതകളുണ്ട്. കഴുത ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഹല്ലേലൂയ മൃഗമല്ല. എന്നാൽ ഈ കഴുതക്കുട്ടിയെ മാത്രം കെട്ടിയിട്ടിരിക്കുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. മറ്റ് കഴുതകൾ ഇതിനെ നോക്കി പരിഹസിച്ചിട്ടുണ്ടാകാം. നീ മാത്രം കെട്ടപ്പെട്ടതാണ്, നിനക്ക് മാത്രം ഒരു നന്മയില്ല, നിനക്ക് മാത്രം പുരോഗതിയില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, ആ കെട്ടപ്പെട്ടത് മുഖാന്തരം ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ബന്ധനം ആ കഴുതക്കുട്ടിയുടെ അനുഗ്രഹമായി മാറുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അതിനെ അഴിക്കുകയും കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഭാഗമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നലെ വരെയും നിങ്ങൾ അനുഭവിച്ച പ്രതികൂലം, ഇന്നലെ വരെയും നിങ്ങൾ അനുഭവിച്ച രോഗം, ഇന്നലെ വരെയും നിങ്ങൾ അനുഭവിച്ച കടബാധ്യതയെല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്കാക്കി എൻ്റെ ദൈവം തീർക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 35-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ട് യേശുവിനെ കയറ്റി. 36-ാമത്തെ വാക്യം, അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ആ കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചുകൊണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ കഴുതക്കുട്ടിയുടെ മേളിലേക്ക് വസ്ത്രം വിരിച്ചു. അറിയാം, കഴുതക്കുട്ടിയുടെ മുകളിൽ യേശുവിനെ കയറ്റി. അടുത്ത പദം കാണുകയാണ്. ഇത് ആ പട്ടണത്തിലുള്ളവർ കഴുതക്കുട്ടി മുമ്പോട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴം മനസ്സിലാകും. കഴുതക്കുട്ടി തൻ്റെ ജീവിതത്തിനകത്ത് വലിയ നന്മകൾ കാണുകയാണ്. ഹല്ലേലൂയ. തൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതും തൻ്റെ വർഗത്തിൽ ആർക്കും അനുഭവിക്കാൻ പറ്റാത്തൊരു പദവി ഇപ്പോൾ ആ കഴുതക്കുട്ടി അനുഭവിക്കുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങൾ നാളുകൾ അനുഭവിച്ച വിഷമം, നാളുകൾ അനുഭവിച്ച ആ പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ നന്മയാക്കി ദൈവം തീർക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ കണ്ണുകൾ അടച്ച്, കർത്താവെ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങ് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി നന്ദി, അങ്ങനെ സ്വതന്ത്രരാക്കാൻ പോകുന്നതിനായി നന്ദി. എങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കെട്ടുകളെ അഴിച്ചതിനായി, ആ പട്ടണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. അങ്ങയുടെ വിടുതലിന്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഇന്ത്യൻ സമയം എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അനേകായിരങ്ങൾക്ക് അത് വിടുതലായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി നിങ്ങളും കടന്നു വരണമേ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.